ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി എന്ന് പറയുന്ന ഗ്രാമത്തിലത്തെ കലാഗ്രാമമാണ് കാണിക്കണത്. കഥകളിക്കും കലകൾക്കും ഒക്കെ പേര് കേട്ട ഒരു കലാഗ്രാമമാണ് ഞങ്ങളുടെ വെള്ളിനേഴി പഞ്ചായത്തിലുള്ളത്. കേരളത്തിൽ തന്നെ ആകെ ഞങ്ങളുടെ വെള്ളിനേഴി പഞ്ചായത്തിന് മാത്രമേ ഇങ്ങനെ ഒരു പ്രശസ്തി കിട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ കേട്ടോ. ഇത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് കാണുന്നത്. ഒരു വിശാലമായ ഗ്രൗണ്ടും മരങ്ങളാലും മലകളാലും പ്രകൃതിയാലും ഒക്കെ സമ്പന്നമായതാണ് ഞങ്ങളുടെ വെള്ളിനേഴി ഗ്രാമം. ഇതാണ് പറഞ്ഞ കലാഗ്രാമം കേട്ടോ. കലാഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു മനയുടെ മാതൃക വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയാറ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ പൂമുഖം കാണാം. ഇതാണ് ആ പൂമുഖം. ഇനി നമുക്ക് കുറച്ച് ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ളിൽ നിറയെ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ കാണാൻ കഴിയും. ആദ്യം തന്നെ നങ്ങ്യാർകൂത്താണ് കാണിച്ചിരിക്കുന്നത്. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് നങ്ങ്യാർകൂത്ത്. അടുത്തതായി കാണിക്കുന്നത് കഥകളിയിലുള്ള ഒരു വേഷമായിട്ടുള്ള മിനുക്ക് വേഷമാണ്. ഇത് സ്ത്രീ വേഷമാണ്. അടുത്തത് ഓട്ടംതുള്ളലുണ്ട്, കഥകളി ഉണ്ട്. കഥകളി നളനായിട്ടാണ് ഈ കഥകളിയിലത്തെ ആ ചിത്രം. അടുത്തത് ഭരതനാട്യം ഉണ്ട്. തമിഴ്നാട്ടിലെ പ്രശസ്ത കലാരൂപമാണ് ഭരതനാട്യം. അടുത്തത് വരിക്കാശ്ശേരി മന കാണാം. ഇത് ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു അവശേഷിപ്പാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു കളമ്പാട്ട്, അതിൻ്റെ ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓണത്തിൻ്റെ മൂഡ് വരുത്താനായിട്ട് വഞ്ചിയും പൂക്കളവും കൊടയും പൂക്കളിടുന്ന കുട്ടിയും ആനയും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ കളരിപ്പയറ്റിൻ്റെ ഒരു ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഒരു കളമ്പാട്ടിൻ്റെ ചിത്രം കാണാം. കളരിപ്പയറ്റ് മുറുകുന്നതാണ്. ചാക്യാർകൂത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഥകളിയാണ് അടുത്തത്. ഒരു നാടകത്തിൻ്റെ വേഷമാണ്. കഥകളി താടി വേഷമാണ് കണ്ടത്. ഇനി നമുക്ക് പടികൾ ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഇവിടെ ഇതേപോലെ തന്നെ നിറയെ ചിത്രങ്ങളുണ്ട്. കഥകളിയിലെ താടി വേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൂടിയാട്ടത്തിലുള്ള ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. നിറയെ കലാരൂപങ്ങൾ കാണാം, മോഹിനിയാട്ടം പോലുള്ളവ. ഇതാണ് സംഘമായിട്ടുള്ള ഒരു നങ്ങ്യാർകൂത്ത് എന്ന് പറയും അതിനെ. ഇതാണ് കണ്ണിയാർകളി. പാലക്കാട് ജില്ലയിൽ പ്രശസ്തിയായിട്ടുള്ള ഒരു കളിയാണ് നങ്ങ്യാർകളി. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ നരസിംഹമായിട്ടുള്ള കഥകളിയുടെ വേഷം. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒരു കളമ്പാട്ടുണ്ട്. ഇത് ദേവീക്ഷേത്രങ്ങളിലാണ് സാധാരണ നടത്തി വരുന്നത്. മാത്രമല്ല നിറയെ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് വരച്ച് കാട്ടിത്തരാം. തെയ്യം തിറയൊക്കെ ഉണ്ട്. പാലക്കാട് ജില്ലയിലെ പൂരങ്ങൾക്ക് വീടുകൾ തോറും കയറി ഇറങ്ങി കളിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ് തെയ്യം തിറയും. ഇത് നമ്മളുടെ കഥകളിക്കാർ മുഖത്ത് ചുട്ടി മേക്കപ്പൊക്കെ ചെയ്യണ ഒരു ചിത്രമാണ്. ഇതും അടുത്തൊരു കഥകളുടെ വേറൊരു കഥയാണ്. ഇത് കൃഷ്ണനാട്ടത്തിലത്തെ ഒരു ചിത്രമാണ്. വീണ്ടും ഒരു കഥകളി കാണാം. മേൽപ്പാവക്കൂത്തിൻ്റെ ഒരു ദൃശ്യം കാണാൻ സാധിക്കും. എൻ്റെ അനിയത്തിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം ഇത്രയും കലാരൂപങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചതിൽ. വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.